മരണമില്ലാത്ത ഏതു രോഗങ്ങൾക്കും ഈ സൂറത്ത് ഷിഫയാണ്. 70-ൽ പരം രോഗങ്ങൾക്കുള്ള രോഗശമനമാണ് ഈ സൂറത്ത്. അള്ളാഹുവുമായിട്ട് നേരിട്ട് മുനാജാത്ത് നടത്തുന്ന, സൂക്ഷ്മ സംഭാഷണം നടത്താൻ സാധിക്കുന്ന സൂറത്താണ് ഈ സൂറത്ത്. ഈ സൂറത്ത് ഓതുന്നയാൾക്ക് ജിന്ന് ഇൻസുകളുടെ, മനുഷ്യവർഗത്തിൻ്റെയും ജിന്ന് വർഗത്തിൻ്റെയും കണ്ണേറ് ഒരു കാരണവശാലും ബാധിക്കുകയില്ല എന്ന് മഹാന്മാർ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അലിയാർ തങ്ങളുടെ പ്രിയപുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന് രോഗം ബാധിച്ചപ്പോൾ ഒരു പാത്രം വെള്ളമെടുത്ത് ആ വെള്ളത്തിൽ ഈ സൂറത്ത് പാരായണം ചെയ്ത് ഓതിയിട്ട് 40 പ്രാവശ്യം മുഖവും കൈകാലുകളും തലയും തടവിയപ്പോൾ ആ രോഗം സുഖപ്പെട്ടു എന്നുള്ളതാണ്. അർശിൻ്റെ താഴെയുള്ള നിധികളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു നിധിയാണ് ഈ സൂറത്ത്. ഈ സൂറത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞാൽ അതുമാത്രം പറയാൻ മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് വളരെ സവിശേഷമേറിയ വിശുദ്ധ ഖുർആനിലെ നമുക്കൊക്കെ കാണാതെ അറിയുന്ന, നമ്മളൊക്കെ എല്ലാ ദിവസവും ഓതാറുള്ള വളരെ പവിത്രമേറിയ ആ സൂറത്തിൻ്റെ മഹത്വങ്ങളും അതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന അമലുകൾക്കുമൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഒരുപാട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, അലിയാർ തങ്ങളുടെ പ്രിയപുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ രോഗം ബാധിച്ചപ്പോൾ 40 പ്രാവശ്യം ഇത് ഊതിയ വെള്ളം കൊണ്ട് പ്രത്യേകമായിട്ട് സ്നാനം ചെയ്തപ്പോൾ അത് മാറിയത് നമുക്ക് പാഠമാണെങ്കിൽ, നമുക്കൊക്കെ വലിയ രോഗങ്ങളുണ്ടല്ലോ, ആ രോഗങ്ങൾ മാറാനും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ നമുക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ രോഗങ്ങൾക്ക് ശിഫ നൽകട്ടെ. സിഹർ, കണ്ണേറ് പോലെയുള്ള വലിയ വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ഖുർആനിലെ വളരെ സവിശേഷമേറിയൊരു സൂറത്ത്, നമ്മളൊക്കെ സ്ഥിരമായി ഓതുന്ന സൂറത്ത് അല്ലേ. പക്ഷേ നമ്മൾക്ക് ഇതൊക്കെ ചെയ്യാനൊരു ആത്മാർത്ഥത വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സൂറത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പഠനം നടത്തണം. കേവലം അതിങ്ങനെ ജസ്റ്റ് ചൊല്ലുന്നതിനേക്കാളും ഉപരി അറിഞ്ഞു ചെയ്യുമ്പോഴുള്ള ഫലം വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം സൂറത്തുകളുടെ മഹത്വങ്ങളൊക്കെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വളരെ കൃത്യമായി നമ്മൾ വിശദീകരിക്കുന്നത്. എന്നിട്ടാണ് നമ്മളതുമായി ബന്ധപ്പെട്ട അമലുകളിലേക്ക് പ്രവേശിക്കുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാവുന്ന സൂറത്തായ സൂറത്തുൽ ഫാത്തിഹയെക്കുറിച്ചാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. നിങ്ങൾക്ക് അറിവുള്ളതും അറിവില്ലാത്തതുമായ എത്രയോ പേരുകളുണ്ട്. നമ്മുടെ അറിവിൻ്റെ പരിധികൾക്കും അപ്പുറമുള്ള എത്രയോ നാമങ്ങളുണ്ട്. ഓരോ വസ്തുവിനും ഓരോ കാര്യത്തിനും പേരുകൾ വർദ്ധിക്കുക എന്നുള്ളത് അതിൻ്റെ മഹത്വം കൂടുതലാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, സൂറത്തുൽ ഫാത്തിഹ അത് നമ്മൾ നിസ്കാരത്തിൽ നിർബന്ധമായി ഓതേണ്ട സൂറത്താണ്. ഫാത്തിഹത്തുൽ കിതാബ് എന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സൂറത്തുൽ ഫാത്തിഹ ഖുർആനിൻ്റെ മാതാവും ഫാത്തിഹത്തുൽ കിതാബും സബ്ഉൽ മസാനിയുമാണ്. ഈ പേരിങ്ങനെ വരാനുള്ള കാരണം എന്താ? മുസ്ഹഫിലും നമ്മുടെ പഠനത്തിലും നമ്മുടെ ഓത്തിലും നമ്മുടെ നിസ്കാരത്തിലുമൊക്കെ തുടക്കം അത് ഫാത്തിഹയാണ്. വേറൊരു അഭിപ്രായത്തിൽ ആദ്യം അവതരിച്ചത് ഫാത്തിഹയാണ് എന്നാണ്. മറ്റൊരു അഭിപ്രായത്തിൽ ലൗഹിൽ ആദ്യം എഴുതിയതും ഫാത്തിഹയാണ് എന്നാണ്. ഇതിനൊക്കെ വിപരീതമായ മറ്റു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം. ഇങ്ങനൊരു അഭിപ്രായവും ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അങ്ങനെയൊരു പേര് വന്നത്, ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പേര് വന്നത് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്യങ്ങളിൽ നിന്ന് മഹാന്മാർ കൃത്യമായി അതിൽ നിന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാ വേദങ്ങളും തുടങ്ങുന്നത് സ്തുതി കൊണ്ടാണല്ലോ, ഹംദ് കൊണ്ടാണ് എല്ലാ വേദങ്ങളും തുടങ്ങുന്നത്. ഫാത്തിഹത്തുൽ കിതാബ് എന്നുള്ള ഈ പേര് വരാനുണ്ടായ കാരണം നമ്മൾ വിശദീകരിച്ചല്ലോ. ഫാത്തിഹത്തുൽ ഖുർആൻ എന്ന് ഇതിന് പേരുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന പേര് ഫാത്തിഹത്തുൽ കിതാബ് ചിലപ്പോൾ എല്ലാവർക്കും അറിയാം. ഫാത്തിഹത്തുൽ ഖുർആൻ എന്നതിന് പേരുണ്ട്. ഫാത്തിഹത്തുൽ ഖുർആൻ എന്ന് പേര് വരാൻ കാരണം ഇഹലോകത്ത് ഉദ്ദേശങ്ങളുടെ കവാടങ്ങളും പരലോകത്ത് സ്വർഗവാതിലുകളും തുറന്നു തരുന്നുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ അങ്ങനെ ഒരു കാരണമാകുന്നു. അത്തരം വിഷയങ്ങളിലെ ആശയങ്ങളിലേക്ക് അത് എത്തുന്നു എന്നുള്ളതാണ്. ഫാത്തിഹയ്ക്ക് അങ്ങനെ ഒരു പേര് വരാനുണ്ടായ കാരണം അതാണ്. മാത്രമല്ല, ഫാത്തിഹയ്ക്ക് ഇങ്ങനെ പേര് ലഭിക്കാൻ കാരണം വേദപ്പൊരുളുകളുടെ ഖജാനകളെ അത് തുറന്നു തരുന്നത് കൊണ്ടാണ് ഫാത്തിഹത്തുൽ
ഖുർആൻ എന്നിതിന് പേര് വരാനുണ്ടായ കാരണം എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവുമായിട്ടുള്ള സൂക്ഷ്മ സംഭാഷണങ്ങളുടെ നിക്ഷേപത്തിൻ്റെ താക്കോലാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ മനസ്സിലാക്കിയാൽ ഖുർആൻ മുഴുവനും മനസ്സിലായി. അതിനാശയങ്ങൾ മനസ്സിലായാൽ അവ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഉമ്മുൽ കിതാബ് എന്ന് പേരുണ്ട്. ഇപ്പോൾ നമ്മൾ എത്ര പേര് പറഞ്ഞു? ഫാത്തിഹത്തുൽ കിതാബ്, ഫാത്തിഹത്തുൽ ഖുർആൻ, ഉമ്മുൽ കിതാബ്. ഇനി ഉമ്മുൽ ഖുർആൻ എന്നും പേരുണ്ട്. എന്താ ഉമ്മുൽ കിതാബ് എന്ന് പറഞ്ഞാൽ? കിതാബുകളുടെ ഉമ്മ, വേദമാതാവ്, കിതാബുകളുടെ ഉമ്മ. ഉമ്മുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ മാതാവ് എന്നാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ അൽഹംദു ഓതുമ്പോൾ ബിസ്മി ചൊല്ലുവിൻ, അത് ഉമ്മുൽ ഖുർആനും ഉമ്മുൽ കിതാബും സബ്ഉൽ മസാനിയുമാണ്. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പേരുകളാണ് യഥാർത്ഥത്തിൽ ഈ പേര്. പിന്നീട് ഈ പേരിനുള്ള കാരണങ്ങൾ മഹത്തുക്കൾ ഹബീബായ തങ്ങളുടെ വാക്യങ്ങളിൽ നിന്നും മറ്റു സന്ദർഭങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മുസഹഫിൽ തുടക്കം അതായതുകൊണ്ടാണ്, നിസ്കാരത്തിൽ സൂറത്തിന് മുമ്പ് അത് ഓതുന്നത് കൊണ്ടാണ് എന്നൊക്കെ അതിന് അഭിപ്രായങ്ങൾ പല ഇമാമുകളും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുകളുണ്ട്. ഓരോ പേരുകളും വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ 4 പേരുകൾ പറഞ്ഞു. ഖുർആനുൽ അദീം എന്ന് പേരുണ്ട്. ഇതും പലർക്കും അറിയാവുന്ന പേരാണ്. മഹത്തായ ഖുർആൻ എന്നാണ് അർത്ഥം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉമ്മുൽ ഖുർആനിന് സബ്ഉൽ മസാനി, ആവർത്തിച്ചോതുന്ന 7 സൂക്തങ്ങൾ, 7 ആയത്തുകൾ എന്നും ഖുർആനുൽ അദീം എന്നും പേരുണ്ട്. അങ്ങനെ പേരുണ്ടായത് അത് ഖുർആനിൻ്റെ ആശയ സംഗ്രഹമായതുകൊണ്ടാണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിലുള്ള എല്ലാം സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ഫാത്തിഹയിലുള്ളതെല്ലാം ബിസ്മിയിലുണ്ട്. ബിസ്മിയിലുള്ളതെല്ലാം ബിസ്മിയുടെ ബായിലുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫാത്തിഹ എന്ന് പറയുന്ന ഈ സൂറത്ത് വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ടാണ് ഖുർആനുൽ അദീം എന്ന് ഈ സൂറത്തിന് പേര് വരാൻ കാരണം. അദീം എന്ന് പറഞ്ഞാൽ മഹത്തായ ഖുർആൻ. അപ്പോൾ മഹത്തായ ഖുർആൻ എന്നുള്ള പേര് വരാനുള്ള കാരണം എന്താ? ഈ സൂറത്തിലെ വിശുദ്ധ ഖുർആനിലെ എല്ലാ ആശയങ്ങളും ഈ സൂറത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇനി നിങ്ങൾ നോക്കൂ, 6ാമത്തെ പേര് സബ്ഉൽ മസാനി എന്നാണ്. സബ്ഉൽ മസാനി എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചോതുന്ന 7 സൂക്തങ്ങൾ, ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകൾ എന്നാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു പേര് നിരവധി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഹദ്ദാദിൻ്റെ ദുആയിൽ തന്നെ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹഖിൽ ഫാത്തിഹത്തിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് അവിടെ നമ്മൾ ആ ഒരു പേര് പറയാറുണ്ട്. സബ്ഉൽ മസാനി എന്ന് പറയുന്ന പേര് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട്. അതിന് കാരണം നമുക്കറിയാം, 7 ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്. അവയാണെങ്കിലോ നിസ്കാരത്തിലും മറ്റും ആവർത്തിച്ച് നിത്യേന നാം ഓതുന്നത് മൂലമാണ് ഈ പേരുണ്ടായത് എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചില ആളുകൾ സബ്ഉൽ മസാനി ആവർത്തിച്ച് ഇങ്ങനെ ഒരു പേര് ഇതിന് വരാനുള്ള കാരണമായിട്ട് അവർ പറഞ്ഞത് ഇതിൽ 7 അക്ഷരങ്ങൾ ഇല്ല എന്നുള്ളതാണ്. 7 അക്ഷരങ്ങൾ തീരെ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പേര്. അതൊരു ബാലിശമായ അഭിപ്രായമാണ്. യഥാർത്ഥത്തിൽ ഫാത്തിഹയിലില്ലാത്ത 7 അക്ഷരങ്ങൾ ഏതാണെന്ന് വെച്ചാൽ, സ ഉണ്ടല്ലോ, സാ എന്ന് പറയുന്ന സൂമുൻ എന്നൊക്കെ പറയുന്നതിലെ പുള്ളിയുള്ള, തായിൻ്റെ മുകളിൽ പുള്ളിയുള്ള 3 പുള്ളിയുള്ള സ, അത് ഫാത്തിഹയിലില്ല. 2ാമത്തെ അക്ഷരം ജീമാണ്, അത് ഫാത്തിഹയിലില്ല. 3ാമത്തത് പുള്ളിയുള്ള ഖാഫല്ല, ആ അക്ഷരം, അത് സൂറത്തുൽ ഫാത്തിഹയിലില്ല. അതേപോലെ തന്നെ ഷീന് ഫാത്തിഹയിലില്ല, ലാ ഫാത്തിഹയിലില്ല, ഫാ ഫാത്തിഹയിലില്ല. ഇങ്ങനെ ഈ പറഞ്ഞതിൽ ചില അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഈ അക്ഷരങ്ങളൊക്കെ കൂടിയിട്ട് ഇത് ഫാത്തിഹയിൽ ഇല്ലാത്ത അക്ഷരങ്ങളാണ് എന്നാണ്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഫാത്തിഹയിൽ ഇല്ലെന്ന് ഉറപ്പുവരുത്താനുണ്ട്. അക്ഷരങ്ങളിട്ട് ക്ലിയർ ചെയ്തിട്ട് സമയം പോകുന്നുള്ളതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കാതിരിക്കണം. അപ്പോൾ ഈ 7 അക്ഷരങ്ങൾ ഫാത്തിഹയിൽ ഇല്ലാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഫാത്തിഹയ്ക്ക് അങ്ങനെ ഒരു പേര് വന്നത് എന്നാണ് പറയുന്നത്. ശരിക്കും അതെങ്ങനെ ഒരു വസ്തു ഇല്ലാത്തതിൻ്റെ പേരിൽ അതിനങ്ങനെ ഒരു പേര് വരിക അങ്ങനെ ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോഴാണ് അതിനങ്ങനെ പേര് വരിക. ഇപ്പോൾ സബുൽ മസാനി എന്ന് പറഞ്ഞാൽ ആ ഒരു 7 തരം അദബുകൾ, ഓരോ ആയത്തിലും ഓരോ അദബുകളുണ്ട്. അതുകൊണ്ടാണ് അതിൽ സബുൽ മസാനി എന്ന പേര് വന്നതൊക്കെ കാണാം. നമ്മൾ പറയുന്നത് ഫാത്തിഹയുടെ മഹത്വങ്ങളാണ്.
ഫാത്തിഹയുടെ മഹത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ആ ഫാത്തിഹകളുടെ ഓരോ പേരുകളും നമ്മൾ മനസ്സിലാക്കണം. മടക്കി മടക്കി ഓതുന്നത് എന്ന അർത്ഥമുള്ളത് കൊണ്ടാണ് ഇതിന് സബഉൽ മസാനി എന്ന പേര് വന്നത് എന്നും തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് വാക്കിയ എന്ന് പറയുന്ന പേര്. സംരക്ഷകൻ എന്നുള്ള അർത്ഥത്തിന് വരുന്ന വാക്കിയ എന്ന് പറയുന്ന പേര്. ഈ പേരിന് കാരണം ഫാത്തിഹ ഓതുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസാണ് ഇതിന് കാരണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഫാത്തിഹയും ആയത്തുൽ കുർസിയും ഒരാൾ തൻ്റെ വീട്ടിൽ വെച്ച് ഓതിയാൽ ആ ദിവസം അയാൾക്ക് ജിന്നിൻ്റെയോ ഇൻസിൻ്റെയോ കണ്ണേറു ബാധിക്കുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനരായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ പുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹു രോഗം ബാധിച്ചു. അങ്ങനെ രോഗം ബാധിച്ചപ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമമുണ്ടായി. അവിടുത്തെ മരുമകനാണല്ലോ. പേരക്കുട്ടിക്ക് രോഗം വന്നപ്പോൾ വലിയ വിഷമമായി. അപ്പോൾ വഹ്യുണ്ടായി, ഫ എന്ന അക്ഷരമില്ലാത്ത സൂറത്ത് ഒരു പാത്രം ജലത്തിൽ ഓതുക, 40 പ്രാവശ്യം അതുകൊണ്ട് കുട്ടിയുടെ മുഖവും കൈകാലുകളും തലയും ശരീരമാകെയും കഴുകുക, ദുരിതങ്ങളും വേദനകളും ശമിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹ്യ് മുഖേന ലഭിച്ച ഒരു പരിഹാരമാണ്. നമുക്കും ചെയ്യാം. എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെ നമ്മുടെ പേരമക്കൾക്ക് രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ലൊരു പരിഹാരമാണ് ഇതല്ലേ. 40 പ്രാവശ്യം അതുകൊണ്ട് എന്ത് ചെയ്യുക, മുഖം, കൈകാലുകൾ, തല, ശരീരം മുഴുവനും ഒന്ന് കഴുകുക. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കണ്ണേറ് മുഖേനയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാരണങ്ങളായിട്ടൊക്കെ ഉണ്ടായതാണെന്നുണ്ടെങ്കിൽ എന്തു തന്നെയായാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പേരക്കുട്ടിക്ക് അങ്ങനെ ഒരു രോഗമുണ്ടായപ്പോൾ ആ രോഗം ഷിഫയാകാൻ വേണ്ടി പറഞ്ഞു കൊടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു അമലായതുകൊണ്ട് നമുക്കത് മുറുകെ പിടിച്ച് ചെയ്യാവുന്നതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ശരീരത്തിലൊക്കെ എത്ര രോഗങ്ങൾ എവിടെയെല്ലാം ഉണ്ട്. ആ രോഗങ്ങളൊക്കെ മാറാൻ ഈ ഒരു അമലൊരു കാരണമായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ചോ, വളരെ ആത്മാർത്ഥമായി ചെയ്യുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൻസ് എന്നുള്ളൊരു പേരുണ്ട്. കൻസുല്ലഹുമ വകാന അബൂഹുമ സ്വാലിഹ എന്ന് സൂറത്തുൽ കഹ്ഫിൽ കേട്ടില്ലേ? എന്താ കൻസ് എന്ന് പേര് വരാൻ കാരണം? ഈ പേരിങ്ങനെ വരാൻ കാരണം കശാഫിൽ പറഞ്ഞത് തന്നെയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹ ഒരു നിധിയാണ്, എൻ്റെ അർശിൻ്റെ ചുവട്ടിലുള്ള നിധികളിൽ ഒന്നാണതെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് കൻസ് എന്നുള്ള പേര് വരാനുണ്ടായ കാരണം. കൻസ് എന്നുള്ളത് ഖുർആനിൽ പ്രയോഗിച്ചൊരു പ്രയോഗമാണ്. സൂറത്തുൽ കഹ്ഫിൽ നമുക്കത് കാണാം. നിധി എന്നാണ് അതിനർത്ഥം. അലിയാർ തങ്ങൾ പറയുന്നുണ്ട്, അർശിന് താഴെയുള്ള നിധിയിൽ നിന്നാണ് ഫാത്തിഹ അവതരിച്ചത്. അതായത് അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, ഇസ്മുകൾ, പ്രവർത്തികൾ, പരലോകം, സിറാത്ത്, പ്രതിഫലം തുടങ്ങിയവയൊക്കെ ഉൾക്കൊള്ളുന്ന ബ്രഹ്മജ്ഞാന രഹസ്യനിധികളിൽ നിന്നാണ് ഫാത്തിഹ അവതരിച്ചത് എന്നുള്ളതാണ്. അലിയാർ തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചാൽ ഫാത്തിഹയ്ക്ക് 70 ഒട്ടകച്ചുമടുകളോളം വ്യാഖ്യാനം എഴുതാൻ സാധിക്കും. ഇത് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അലിയാർ തങ്ങൾ പറയുകയാണ്, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ 70 ഒട്ടകത്തിന് ചുമക്കാനുള്ള അത്രയും ഫാത്തിഹയുടെ വിശദീകരണം, വ്യാഖ്യാനം എനിക്ക് എഴുതാൻ സാധിക്കുമെന്ന്. ഫാത്തിഹയുടെ മഹത്വം പറഞ്ഞാൽ തീരുകയില്ല. ഫാത്തിഹ നന്നായിട്ട് ഓതാൻ പഠിക്കൽ നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. അതറിയൂലേ? ഒരാൾ ഫാത്തിഹ ഓതിയിട്ടില്ലെങ്കിൽ അവൻക്ക് നിസ്കാരമില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എനിക്ക് ഫാത്തിഹ ഓതാൻ അറിയാമെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഓതുന്ന ഫാത്തിഹ ആയിരിക്കില്ല യഥാർത്ഥ ഫാത്തിഹ. ഫാത്തിഹയുടെ ഓരോ അക്ഷരങ്ങളും അതിൻ്റെ മഖ്റജിൽ നിന്ന് കൃത്യമായി പുറപ്പെടുവിച്ച് അക്ഷരങ്ങൾ കൃത്യമായ രൂപത്തിൽ തന്നെ ഉച്ചരിച്ച് ഓതുമ്പോഴാണ് ഫാത്തിഹ ഓതി എന്ന് പറയുള്ളൂ. അങ്ങനെ ഫാത്തിഹ ഓതി നിസ്കരിച്ചാലാണ് നിസ്കാരം ശരിയാവുക. ഈ അടുത്തൊരു പ്രായമുള്ള ഒരു ഉസ്താദ്, നല്ല ഖിറാഅത്ത് അറിയുന്ന, നല്ല ഓതാനറിയുന്ന ഒരു ഉസ്താദ്, ആർക്കും ആ ഉസ്താദിൻ്റെ ഓത്ത് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് തോന്നൂല. മാത്രമല്ല ഉസ്താദിൻ്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ പണ്ഡിതന്മാർക്ക് ഖുർആൻ ഓതി കൊടുക്കുന്നതാണ് ഡ്യൂട്ടി. അഥവാ പണ്ഡിതന്മാർക്ക് ഹിസ്ബ് എന്ന് പറയും, ഖുർആന് തജ്വീദ് അനുസരിച്ച് ഓതാൻ വേണ്ടി
പഠിപ്പിക്കുന്ന, ആ രൂപത്തിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായ നല്ല പ്രായമുള്ളൊരു ഉസ്താദ് ഈ അടുത്ത് പറയുന്നതായിട്ട് കേട്ടു. ഞാൻ ഈ അടുത്തും എൻ്റെ ഷെയ്ഖിന് പോയിട്ട് എൻ്റെ ഫാത്തിഹ 1 തവണ 2 തവണ 3 തവണയൊക്കെ ഓതിക്കൊടുത്ത് എൻ്റെ ഫാത്തിഹയിൽ വല്ല തെറ്റുമുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് തിരുത്താറുണ്ട് എന്ന് ആ ഉസ്താദ് പറഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ നമ്മുടെ ഫാത്തിഹയുടെ ഒരു അവസ്ഥ എവിടെയാണെന്ന് ആലോചിച്ചത്. ചിലർ ഫാത്തിഹ അങ്ങ് ഓതി അങ്ങ് തീർക്കും. നിസ്കാരത്തിൽ അത്തരം ഫാത്തിഹകളെ കൊണ്ട് നമുക്ക് നിസ്കാരം സ്വഹീഹാകൂല. നിസ്കാരത്തിൽ ശരിയായിട്ട് തന്നെ ഫാത്തിഹ ഓതണം. നിസ്കാരത്തിൻ്റെ ഫർളുകൾ വിശദീകരിക്കുന്ന ഫിഖ്ഹിൻ്റെ കിതാബുകളിലൊക്കെ ഫാത്തിഹ ഓതുക എന്ന് പറയുന്ന ഭാഗത്ത് കൃത്യമായിട്ട് ഓരോ അക്ഷരവും ഇന്ന അക്ഷരമായിട്ട് മാറിയാൽ അത് ഇന്ന സ്ഥലത്തു നിന്നല്ലാതെ പുറപ്പെട്ട് കഴിഞ്ഞാൽ ആ ഫാത്തിഹ ശരിയാകൂല എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഇമാമുകൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഫാത്തിഹ നന്നായിട്ട് പഠിക്കണം. നമ്മളിപ്പോൾ ഫാത്തിഹൻ്റെ പാരായണ ശാസ്ത്രമല്ലല്ലോ പറയുന്നത്, നമ്മളതുകൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അലിയാർ തങ്ങൾ പറയാണ്, ഫാത്തിഹ ഞാൻ വിചാരിച്ചാൽ ഫാത്തിഹയ്ക്ക് 70 ഒട്ടകച്ചുമടുകളോളം വ്യാഖ്യാനം എഴുതാൻ എനിക്ക് സാധിക്കുമെന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് ഫാത്തിഹ കൊണ്ട് നേടിയെടുക്കാനുള്ള എല്ലാ ഗുണങ്ങളും നേടിയെടുക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാഫിയ എന്ന ഫാത്തിഹയ്ക്ക് പേരുണ്ട്, മതിയാക്കി തരുന്നത് എന്നാണ് ഇതിനർത്ഥം. എന്താണ് ഇതിൻ്റെ കാരണം? നിസ്കാരത്തിൽ മറ്റു സൂറത്തുകൾക്ക് പകരം ഇത് ഓതിയാൽ മതിയാകും, മറിച്ച് മറ്റേത് സൂറത്ത് ഓതിയാലും ഇതിന് പകരമാവില്ല. ഫാത്തിഹ ഓതൽ നിസ്കാരത്തിൻ്റെ ഒരു ഫർളാണ്, ഒരു റുക്കിനാണ്. ആ ഫാത്തിഹ ഓതിയാലേ നിസ്കാരം ശരിയാവുള്ളൂ. ഇനി ഏതെങ്കിലും ഒരു സൂറത്ത് ഫാത്തിഹയുടെ ഭാഗത്തേക്ക് ഓതാൻ പറ്റുമോ? ഇല്ല. ഫാത്തിഹയുടെ ഭാഗത്ത് ഫാത്തിഹ തന്നെ ഓതണം എന്നുള്ളതാണ്. നൃത്തത്തിൽ ഒരാൾ തക്ബീർ അല്ലിയിട്ട് ദുആഉൽ ഇഫ്തിതാഹ് വജ്ജഹത്ത് ഓതിയതിൻ്റെ ശേഷം ഫാത്തിഹയാണ് ഓതേണ്ടത്. ആ ഫാത്തിഹയ്ക്ക് പകരമായിട്ട് വേറെ ഏതെങ്കിലും സൂറത്ത് ഇതിനേക്കാളും വലുതോ ചെറിയതോ ആയ ഏത് സൂറത്ത് ഓതിയാലും പരിഹാരമാകില്ല. നേരെ മറിച്ച് ഒരാൾ ഫാത്തിഹ ഓതിയിട്ട് പിന്നൊരു സൂറത്ത് ഓതണം, അവിടെ ഫാത്തിഹ ഓതിയാലും കുഴപ്പമില്ല. അത് സൂറത്ത് എന്ന പരിഗണനയിൽ അവിടെ ഏത് സൂറത്തും ഓതാം, ഫാത്തിഹയും ഓതാം. പക്ഷേ ഫാത്തിഹയ്ക്ക് സ്ഥാനത്ത്, ഫാത്തിഹയുടെ സ്ഥാനത്ത് ഫാത്തിഹ തന്നെ ഓതണം. അതുകൊണ്ടാണ് ഇതിന് കാഫിയ എന്ന് പേര് വരാൻ കാരണം, മതിയാക്കി തരുന്നത് എന്നാണ്. എന്താണ്? നിസ്കാരത്തിൽ മറ്റു സൂറത്തുകൾക്ക് പകരം ഈ സൂറത്ത് ഓതിയാൽ മതിയാകുന്നതാണ്. പക്ഷേ ഈ സൂറത്തിന് പകരം മറ്റൊരു സൂറത്തും മതിയാകുകയില്ല. അതുകൊണ്ടാണ് ഇതിനങ്ങനെ പേര് വരാനുള്ള കാരണം. അസാസ് എന്നുള്ള പേര് ഈ സൂറത്തിനുണ്ട്. എന്താണ് അസാസ് എന്നുള്ള പേര് വരാൻ കാരണം? ഫാത്തിഹ ഖുർആനിൻ്റെ ആദ്യത്തെ അധ്യായമാണ്. അതിൻ്റെ ഖുർആനിൻ്റെ ധാതുവുമാണ് യഥാർത്ഥത്തിൽ ഫാത്തിഹ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാത്തിഹ കൃത്യമായി പഠിക്കാൻ അതൊരു തൗഫീഖാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു ഉസ്താദിൻ്റെ അടുക്കൽ പോയിട്ട് ഫാത്തിഹ ഓതിക്കൊടുക്കണം. ഓതിക്കൊടുത്തിട്ട് എൻ്റെ ഫാത്തിഹയ്ക്ക് എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന്. ഹിസ്ബിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 40 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ എപ്പോഴും ഖുർആനുമായിട്ട് ബന്ധപ്പെടുന്നവരും ഖുർആനിൻ്റെ ഓരോ നിയമങ്ങളും സൂക്ഷിച്ച് അതിൻ്റെ അക്ഷരങ്ങൾ കൃത്യമായി പുറപ്പെടുവിച്ച് ഓതുന്ന, ആ കൃത്യമായി മുഴുവനായിട്ട് ഓതാനറിയുന്ന ഉസ്താദുമാർ തന്നെ, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാർ തന്നെ അവരുടെ ഗുരുവര്യന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഫാത്തിഹയിൽ തെറ്റുണ്ടോയെന്ന് പോയി ഓതി കൊടുക്കാറുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഫാത്തിഹ എത്രത്തോളം നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ഓതിയിട്ട് എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള വല്ല കോഴ്സുകളിലൊക്കെ ചേർന്ന് പഠിക്കുകയും വേണം. ഫാത്തിഹ കൃത്യമായിട്ട് അക്ഷരം. ഇപ്പോൾ അതിന് കൂടുതൽ പൈസ ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് ഫാത്തിഹ കാണാതെ അതിൻ്റെ തജ്വീദ് അനുസരിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് വീഡിയോസ് ഫാത്തിഹ കൃത്യമായിട്ട് ഓതി പഠിപ്പിച്ചിരുന്ന, നമ്മുടെ വായ എങ്ങനെയാവണം, ചുണ്ടെങ്ങനെയാവണം, നാവ് എങ്ങനെയാവണം, നാവിൻ്റെ തല ഏതു ഭാഗത്ത് സ്പർശിക്കണം, ഓരോ അക്ഷരങ്ങളും പുറപ്പെടുവിക്കുമ്പോൾ എന്നൊക്കെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ട് ഇന്ന് പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറ്റക്കാരാകുന്നതാണ്. അള്ളാഹു നമുക്ക് അത്തരം പ്രയാസങ്ങളെ തൊട്ട് നമുക്ക് വലിയ സലാമത്ത് നൽകട്ടെ. നമ്മൾ ഇത്രയും നാൾ നിസ്കരിച്ച നിസ്കാരത്തിലൊക്കെ ഫാത്തിഹ എത്രത്തോളം ശരിയായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പോലും അറിയൂല. അള്ളാഹു ആ ഫാത്തിഹ കൊണ്ട് രക്ഷപ്പെടുന്ന കൃത്യമായി ഓതുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫാത്തിഹയുടെ മറ്റൊരു പേരാണ് അൽ ഹംദ് എന്നുള്ള പേര്. അതിന് കാരണം നമുക്കറിയാം, ഫാത്തിഹയുടെ ആദ്യ ഭാഗം തന്നെ ഹംദ് കൊണ്ടാണ് തുടങ്ങുന്നത്, അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മി ഫാത്തിഹയിൽ പെട്ടതല്ല എന്ന് വെക്കുന്ന സമയത്ത് അപ്പോൾ ഹംദ് കൊണ്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ശുക്ർ എന്നുള്ള നാമവും ഈ സൂറത്തിനുണ്ട്. അതിൽ ശുക്രുമായി ബന്ധപ്പെട്ട അള്ളാഹുവിനെ ഈ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ
ഒരു എന്താ ഹബീബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ചൊല്ലിയാൽ അള്ളാഹുവിന് നീ നന്ദി പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ശുക്ർ എന്നുള്ളൊരു പേരും ഹംദ് എന്നുള്ള പേരും ഈ സൂറത്തുൽ ഫാത്തിഹയ്ക്കുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ ഫാത്തിഹയുടെ വളരെ ശ്രേഷ്ഠമേറിയ മറ്റു ചില നാമങ്ങളുണ്ട്. ഒരുപാട് നാമങ്ങളുണ്ട് ഫാത്തിഹയ്ക്ക്. അതിൽപ്പെട്ടതാണ് റൂഹാനിയായ ജിഹ. ഇത് പുണ്യാത്മാക്കളുടേതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടി രഹസ്യങ്ങളെക്കുറിച്ച്, തെർബീയത്തിനെക്കുറിച്ച്, ശുദ്ധീകരണത്തെക്കുറിച്ച് കൽബ് കൊണ്ടുള്ള സ്മരണയാണിത് യഥാർത്ഥത്തിൽ. റുഖിയത്ത് എന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട്. ചില സ്വഹാബാക്കൾക്കൊക്കെ വിഷം തീണ്ടിയപ്പോൾ ആ വിഷം ഇത് മന്ത്രിച്ചുകൊണ്ടാണ് ഷിഫയാക്കിയത്. വേദനകളും ദുരിതങ്ങളും ഇതുകൊണ്ട് ചികിത്സിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ റുഖിയത്ത് എന്ന് ഇതിന് പേരുണ്ട്. മന്ത്രം എന്നാണല്ലോ റുഖിയത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് 7 വട്ടം മന്ത്രിച്ച് അൽഹംദുലില്ലാഹി എന്ന് പറയുന്ന സൂറത്ത് അഥവാ സൂറത്തുൽ ഹംദ്, സൂറത്തുൽ ഫാത്തിഹ 7 തവണ മന്ത്രിച്ച് അത് കൊടുത്തപ്പോൾ ആ രോഗം മാറി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും ആ സംഭവം വിവരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 30 വാഹനക്കാരെ ഒരു സൈനിക നടപടിക്കായി അയച്ചു. അങ്ങനെ ഒരു അറബി ഗോത്രവുമായി ബന്ധപ്പെട്ട് അവിടെ വിശ്രമിക്കാൻ വേണ്ടി നിന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ച അവരെ വല്ലാതെ ആക്ഷേപിച്ചു. അങ്ങനെ അവർ ആതിഥ്യരായിട്ട് സ്വീകരിക്കാൻ അവരെ വിസമ്മതിച്ചു എന്നുള്ളതാണ്. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു വിഷമേറ്റു എന്നുള്ളതാണ്. അങ്ങനെ വിഷമേറ്റപ്പോൾ നിങ്ങൾ ഇങ്ങനെ തേള് വല്ലതൊക്കെ കുത്തിയിട്ടുള്ള വിഷം ഇറക്കുമെന്ന് ചോദിച്ചപ്പോൾ മന്ത്രമറിയുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറയുകയും, പക്ഷേ ഞങ്ങൾ പ്രതിഫലം തരാതെ ഒന്നും ചെയ്യൂല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ ഞങ്ങൾ ആക്ഷേപിച്ചവരും അധിക്ഷേപിച്ചവരും ഞങ്ങൾ ആതിഥ്യ മര്യാദ കാണിക്കാത്തവരുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് പ്രതിഫലം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ ഞങ്ങൾ 30 ആടുകളെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 30 ആടുകളെ തരാമെന്ന് പറഞ്ഞപ്പോൾ മന്ത്രിക്കാൻ തുടങ്ങി. എന്താണ് മന്ത്രിച്ചത്? 7 തവണ ഫാത്തി ഓതി മന്ത്രിച്ചു കൊടുത്തു. അങ്ങനെ ആ ഫാത്തി ഓതി മന്ത്രിച്ചു കൊടുത്തപ്പോൾ ആ വിഷം ഇറങ്ങി എന്നുള്ളത് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഹദീസിൻ്റെ കൃത്യമായ രൂപം നമ്മൾ മറ്റൊരു സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിച്ചതാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയത്. അതേപോലെ തന്നെ ഷിഫാ എന്നുള്ള പേര് ഈ സൂറത്തിനുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഫാത്തിഹ വിഷത്തിന് ശമനൌഷധിയാണ്. ജാബിർ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഫാത്തിഹ എല്ലാ രോഗത്തിനും ശമനമാണ്, മരണമൊഴികെയുള്ള എല്ലാ രോഗത്തിനും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിഹ എല്ലാ രോഗത്തിനും ശമനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് രോഗങ്ങളുണ്ടോ അതിനെ നല്ല വിശ്വാസത്തോടു കൂടെ ഫാത്തിഹ പാരായണം ചെയ്താൽ മതി. ഇമാം മുനാവി റളിയല്ലാഹു അൻഹു ഇതിന് വ്യാഖ്യാനം നൽകിയത് ഇങ്ങനെയാണ്: ഈ അജ്ഞത, പാപം, പ്രത്യക്ഷവും പരോക്ഷവുമായ രോഗങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ ഫാത്തിഹ എന്ന് പറയുന്ന സൂറത്ത് അത് ശമനമാണ്. ഖുർആനിൻ്റെ ആശയങ്ങളിൽ ചിന്തിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും യഖീൻ വർദ്ധിക്കുകയും ചെയ്തവർക്ക് ഏതു കാര്യത്തിനും ഖുർആൻ ഒറ്റമൂലിയാണ് എന്നുള്ളതാണ്. മറ്റൊരു പേരാണ് ഷാഫിയത്ത് എന്നുള്ളത്. ഷാഫിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ അത് ശമനമാണ്. വേദനകളും ദുരിതങ്ങളും രോഗങ്ങളും ഖുർആൻ ശമിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഫാത്തിഹയിൽ 70 പരം രോഗശമനമുണ്ട് സൂറത്തുൽ ഫാത്തിഹയിൽ എന്നാണ്. സ്വലാത്ത് എന്നതിന് പേരുണ്ട്. കാരണം നിസ്കാരം നിലകൊള്ളുന്നത് ഫാത്തിഹയുടെ മേലിലാണ്. സൂറത്തു സ്വലാത്ത് എന്നുള്ള പേരൊക്കെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉണ്ട് എന്നുള്ളത് അറിയോ? സ്വലാത്ത് എന്നുള്ള പേരുണ്ട്. അപ്പോൾ ഫാത്തിഹ ഇല്ലാതെ നിസ്കാരമില്ലല്ലോ. അതുകൊണ്ടാണ് ഇതിന് സ്വലാത്ത് എന്നുള്ള പേര് വന്നു എന്നുള്ളതാണ്. അങ്ങനെ ഫാത്തിഹയിലേക്ക് നോക്കുമ്പോൾ ഫാത്തിഹ കൊണ്ട് ചികിത്സ തുടങ്ങാത്ത ഒരാളുമില്ല. ഏത് പരിഹാരങ്ങൾ ചെയ്യുമ്പോഴും ആദ്യമായിട്ട് അവർ എന്ത് അമലുകൾ ചെയ്യുമ്പോഴും ആദ്യം അവർ ചെയ്യാറുള്ളത് ഫാത്തിഹ ഓതുക എന്നുള്ളതാണ്. ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചാണ് ബാക്കി എല്ലാം ഓതാറുള്ളത്. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ എന്ന പേരുണ്ട്. ദുആ എന്ന പേര്, ത്വലബ് എന്നുള്ള പേരൊക്കെ ഇതിനുണ്ട്. കാരണം ഫാത്തിഹയിലൊരു ദുആ ഉണ്ട്, ഞങ്ങളെ നേർവഴിയിൽ ചേർക്കണമേ എന്ന് പറഞ്ഞ ദുആ എന്നും നമ്മൾ നിസ്കാര ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാറുള്ള. തഅലീമുൽ മസ്അല എന്ന് പേരുണ്ട്. മസ്അല പഠനം. എന്താ മസ്അല പഠനം? അതിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് എങ്ങനെ യാചിക്കണം, അള്ളാഹുവിനോട് എങ്ങനെ ചോദിക്കണമെന്ന് ഫാത്തിഹ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്.
തഫ്വീൽ എന്ന് പേരുണ്ട്. തഫ്വീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർപ്പണം എന്നാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു, നിന്നോട് നിനക്ക് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്കുള്ള അർപ്പണമാണ്. മുകാഫത്ത് എന്നതിന് പേരുണ്ട്. അതേപോലെ തന്നെ സൂറത്തുൽ ഖുർആൻ, അഖീറു സൂറത്തിൻ മിനൽ ഖുർആൻ, അഅ്ളമു സൂറത്ത് എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഒരുപാട് പേരുകൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് വന്നതായിട്ട് കാണാം. ഈ പേരുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇത്രയും മഹത്വമുള്ള സൂറത്താണ് എന്നാണ്. ഇത് നിങ്ങളോട്, കേൾക്കുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഫാത്തിഹ ഇല്ലാതെ നിസ്കാരമില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫാത്തിഹയുടെ മഹത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ ഫാത്തിഹ നന്നായിട്ട് തജ്വീദ് അനുസരിച്ച് ഓതാൻ വേണ്ടി പറയാം. മനസ്സിലായില്ലേ? ഫാത്തിഹ നന്നായിട്ട് തജ്വീദ് അനുസരിച്ച് ഓതാൻ വേണ്ടി പഠിക്കുക. നമ്മളൊന്ന് ഉച്ചരിക്കുന്നത് പോലെയല്ല യഥാർത്ഥത്തിൽ ഫാത്തിഹയുടെ ഉച്ചാരണം ഉള്ളത്. അത് കൃത്യമായി പഠിക്കുക തന്നെ വേണം. എനിക്കത് പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് നാളെ റബ്ബിൻ്റെ അടുക്കൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരവസരം നമ്മെപ്പോലെയുള്ളവർക്കില്ല. കാരണം പഠിക്കാനുള്ള സാഹചര്യം എല്ലായിടങ്ങളിലും ഉണ്ടായതുകൊണ്ട്. രക്ഷപ്പെടാൻ പറ്റണമെങ്കിൽ നിങ്ങൾ മനുഷ്യവാസമില്ലാത്ത ഏതെങ്കിലും മലമുകളിൽ താമസിക്കുന്നവരായിരിക്കണം. അങ്ങനെയൊന്നുമല്ലല്ലോ. അള്ളാഹു നമ്മൾ ഇത്രയും നാൾ നിസ്കരിച്ച നിസ്കാരങ്ങളൊക്കെ നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ ഇൻഷാ അല്ലാഹ്.